എൻ്റെ പേര് അജിത്തസ്. ഞാൻ ബി.ടെക് ഗ്രാജുവേറ്റ് ആണ്. ഗ്രാജുവേഷൻ്റെ അവസാന നാളുകളിൽ തന്നെ ഞാൻ ഒരു ഗവൺമെൻറ് ജോബിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങിയപ്പോൾ എസ്.എസ്.സി, ബാങ്കിങ്, PSC ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലോട്ട് ആദ്യം കടന്നു വന്നത്. അതിൽ തന്നെ ബാങ്കിങ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നുണ്ടായിരുന്നു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്കായ SBIയിൽ ഒരു ജോലി എന്നുള്ള എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അപ്പോൾ അത് നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ ശ്രമിക്കുമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ സീനിയേഴ്സിനോടും ചോദിച്ചപ്പോൾ അവർ എനിക്ക് റെഫർ ചെയ്തതാണ് ICD കൊല്ലം. ICDയുടെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ അതിന് മുന്നേ നമുക്ക് ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യാനും ടൈം ഉണ്ടായിരുന്നു. ICDയുടെ ലബോറട്ടറിയിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് വിത്ത് ടൈം നമുക്ക് ക്വസ്റ്റ്യൻസ് റിയൽ ടൈം എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. ഞാൻ മോക്ക് ടെസ്റ്റുകൾ ചെയ്തു പോയതാണെങ്കിലും റിയൽ എക്സാം വന്നപ്പോൾ കുറച്ച് ടഫായിരുന്നു. SBIയുടെ മെയിൻസ് എക്സാമിനേഷൻസ് ഞാൻ വിചാരിച്ചതിനേക്കാളും വളരെയധികം ടഫായി തോന്നി. എനിക്ക് വളരെയധികം നെർവസ് ആയിരുന്നു ഞാൻ എക്സാം എഴുതുമ്പോൾ. ഞാൻ പലപ്പോഴും കരുതി ഇത്തവണ കടക്കില്ല എന്ന്, എക്സാം പാസ്സാവില്ലെന്ന്. ബട്ട് സംഭവ ഞാൻ വിചാരിച്ച പോലെ ആയില്ല. നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഞാൻ 106 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തിരുന്നു. 125 മാർക്ക് എനിക്ക് ലഭിച്ചിരുന്നു 250-ൽ. പിന്നെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ് ഞങ്ങൾക്ക് അതിന് തൊട്ട് പിന്നാലെ തന്നെ തുടങ്ങി. ഞാൻ ഇതിനു മുന്നേ ഇൻ്റർവ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ് SBI POയുടെ ഇൻ്റർവ്യൂ. അപ്പോൾ ഞാൻ വളരെയധികം നെർവസ് ആയിരുന്നു, റിയൽ ടൈം എങ്ങനെ ഇൻ്റർവ്യൂ ഫേസ് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ JK സാർ അതിന് വേണ്ട ഷോർട്ട് കട്ട്സും ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞു തന്നിരുന്നു. നമ്മൾ എന്തുത്തരം പറയുകയാണെങ്കിലും വെറുതെ പറയാതെ നമ്മുടെ മനസ്സിൽ വരുന്ന ഉത്തരം തട്ടി പറയാനാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു ഞാൻ ഇൻ്റർവ്യൂ സെഷൻ അറ്റൻഡ് ചെയ്തതും. വളരെയധികം കോൺഫിഡൻറ്റോടുകൂടി തന്നെയായിരുന്നു ഞാൻ ഇൻ്റർവ്യൂ സെഷൻ അറ്റൻഡ് ചെയ്ത്. ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോഴും ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു എനിക്കിത് നല്ല മാർക്ക് കിട്ടും, ജോലി കിട്ടും എന്ന് തന്നെ. റിസൾട്ട്സ് വന്നപ്പോൾ ഞാൻ വളരെയധികം ഹാപ്പി ആയിരുന്നു. എൻ്റെ ഒരു ഡ്രീമായിരുന്നു SBI പോലൊരു ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്കിൽ ജോലി നേടുക എന്നുള്ളത്. ഞാൻ ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഈ ജോലി നേടിയതിൽ എനിക്ക് എല്ലാ ക്രെഡിറ്റും നൽകാനുള്ള ICDയോടാണ്. എൻ്റെ എല്ലാ പ്രിപ്പറേഷനും സഹായിച്ചത് ICD തന്നെയാണ്. ICD വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്ര വേഗം കൊണ്ട് ജോലി നേടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ICDയുടെ ആ ഒരു വേ ഓഫ് പ്രിപ്പറേഷൻസ് അതെല്ലാം വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. നമ്മളെ അറിയാതെ തന്നെ നമ്മളെ അത് മാറ്റിയെടുക്കുന്നുണ്ടായിരുന്നു. പേഴ്സണലി ആയാലും എല്ലാം നമ്മളെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ് ICD ഉള്ളത്. അപ്പോൾ നമ്മൾ കഠിന പ്രയത്നം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും ലഭിക്കും.